بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين أما بعد. الحمد لله. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. റമദാന് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വല്ലാത്തൊരാനന്ദം നൽകുന്ന വളരെ പവിത്രമായൊരു മാസമാണ്. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഖദർ അനുസരിച്ച് റമദാൻ അയാളെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. റമദാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈമാൻ എത്രമാത്രം അയാളിലുണ്ടോ അത്രമാത്രം അയാളെ ഈ റമദാൻ ആനന്ദിപ്പിക്കും. ഈമാനിൽ ദുർബലനായ ഒരു വ്യക്തിക്ക് റമദാൻ അത്ര അങ്ങോട്ട് ആസ്വാദ്യകരമായ ഒരു കാര്യമായിരിക്കില്ല. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്കത് ബോധ്യമാവും. നന്നായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് വ്യക്തമാകും. ഈമാനിൽ ബലഹീനനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു പക്ഷേ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ അയാൾ അതിനെ ആഘോഷപൂർവ്വം കൊണ്ടു നടന്നു എന്നൊക്കെ വരും. ആഘോഷപൂർവ്വം എന്ന് പറഞ്ഞാൽ, ഉത്സാഹപൂർവം എന്ന് പറഞ്ഞാൽ അയാൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ, തറാവീഹിന് വരിക, അത്താഴം കഴിക്കുക, നോമ്പ് മുറിക്കുക, നോമ്പ് തുറക്കുക, നോമ്പ് തുറ സംഘടിപ്പിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ കുറച്ച് ദിവസം ഖുർആനൊക്കെ ആയിട്ട് ബന്ധപ്പെടും, ജമാഅത്തിലൊക്കെ പങ്കെടുക്കും. പക്ഷേ ഈ പരിശുദ്ധ റമദാനിൽ ഇങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ജമാഅത്ത് എന്നത് നമുക്ക് ലഭിക്കില്ലല്ലോ. പലപ്പോഴും വീടുകളിൽ നടക്കുന്ന ജമാഅത്തുകൾ മാത്രമേ ഈ റമദാനിലുണ്ടാവൂ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടുക, ഇമാമിയങ്ങളോടൊപ്പം വളരെ സന്തോഷപൂർവ്വം ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ഈ പരിശുദ്ധ റമദാനിൽ സാധ്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ഖദർ അനുസരിച്ച് റമദാൻ അയാളെ ആനന്ദിപ്പിക്കും. ഇപ്പം രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് രോഗം ഭേദമാവാൻ സമയമെടുക്കും പറയാറില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവും. വിശപ്പിൻ്റെ കടുപ്പനുസരിച്ചാണല്ലോ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഖദർ അനുസരിച്ച് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് ഓർമ്മിച്ചു പോകുന്നു. മൻ സ്വാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അപ്പോൾ ഈമാനൻ, അതാണ് ചിന്തിക്കേണ്ട പോയിന്റ്. അപ്പം ഈമാനൻ, വിശ്വാസത്തോടു കൂടി, ഞാനൊരു വിശ്വാസിയാണ് എന്ന ബോധത്തോടു കൂടി, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് എന്ന ബോധത്തിലല്ല, പാരമ്പര്യമായി എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു ചടങ്ങ് എന്ന നിലക്കല്ല, ഓരോ ദിവസവും വിശ്വാസത്തെ പുതുക്കി നോമ്പിലൂടെ അള്ളാഹുവിന് വിധേയപ്പെടുത്തുന്ന ശരീരത്തിൻ്റെ കാര്യത്തെ ഓർമ്മിച്ച് ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ മാനിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഭക്ഷണത്തെ ഞാൻ മാറ്റി നിർത്തുന്നു എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു ഇബാദത്തായി നോമ്പിനെ മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു വളരെ ആസ്വാദ്യകരമായ, മനസ്സിന് വല്ലാത്തൊരാനന്ദം നൽകുന്ന ഒരു ഇബാദത്തായി മാറും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. യാന്ത്രികമായി അങ്ങനെ റമദാൻ്റെ നിലാവ് കണ്ടെന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു, വല്യകാലി പ്രഖ്യാപിച്ചു, അല്ലേ നമ്മുടെ ഉസ്താദുമാർ പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ പറഞ്ഞ പൊരുളിലേക്ക് വരാൻ കഴിയില്ല. അത് ഈ സാമുദായികമായ ഒരു യാന്ത്രിക നോമ്പാണ്, കാലങ്ങളായി നോറ്റുവരുന്നൊരു ഏർപ്പാട്. പകരം വിശ്വാസി എന്ന നിലയിൽ, ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ഇന്ത്യൻ പൗരനാണെങ്കിലും ഞാനൊരു സെക്യുലറിസ്റ്റോ അല്ലെങ്കിൽ ദൈവനിഷേധിയോ അല്ല, ഞാനൊരു വിശ്വാസിയാണ്. അനമിനൽ മുസ്ലിമീൻ വമാ അനമിനൽ മുശ്രിഖീൻ. ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ട ആളല്ല, മൂമിനാണ്, മുനാഫിക്കല്ല. അപ്പോൾ സത്യവിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വാസി എന്ന നിലയിൽ ഭക്ഷണത്തെ മാറ്റിവെച്ച ആളാണ്. എനിക്ക് ഭക്ഷണം വേണം, പക്ഷേ അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ഭക്ഷണത്തെ മാറ്റിവെച്ചിരിക്കുന്നു.
നീ എന്നെ ഭക്ഷിപ്പിക്കുന്നവനാണ്, നീ ഭക്ഷണം തരുന്നവനാണ്. പക്ഷേ ഭക്ഷണം തരുന്നവനായ നിനക്ക് വേണ്ടി ഞാനിതാ എൻ്റെ ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നു. നിൻ്റെ തൃപ്തിയാണ് എൻ്റെ ലക്ഷ്യം. ഭക്ഷണം കൊണ്ട് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ, ഭക്ഷണമാണ് എൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്നൊരു ധാരണയൊക്കെ എൻ്റെ മനസ്സിൽ അല്പമെങ്കിലും കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ ഞാൻ തകർക്കുകയാണ്, അതിനെ ഞാൻ പൊളിക്കുകയാണ്. മണിക്കൂറുകളോളം വെള്ളമില്ലാതെ, ജലപാനമില്ലാതെ ഞാനിതാ എൻ്റെ ശരീരത്തെ നിനക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥയാട്ടോ. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയണത്. കേവലം നോമ്പുകാർക്ക് ഇങ്ങനെയൊന്നും മനസ്സിൽ വരില്ല. ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരുത്തേണ്ടത് ഇങ്ങനെയാണ്. അപ്പോഴേ ഈ പട്ടിണി കൊണ്ട് കാര്യമുള്ളൂ. COVID-19 വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ലോകം അതിൻ്റെ തീവ്രമായ അനുഭവങ്ങളിലേക്ക് ഭയത്തോടെ നടന്നു നീങ്ങുന്ന ഒരു കാലത്താണ് വിശ്വാസി സമൂഹം പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യുന്നത്. ദൈവഭക്തി കൊണ്ട്, ഹൃദയഭക്തി കൊണ്ട്, തഖ്വ കൊണ്ട് സർവത്തെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കോവിഡ് കാലത്തെ നോമ്പിൻ്റെ ഒരു വലിയ ലക്ഷ്യം, കോവിഡ് കാലത്തെ നോമ്പിൻ്റെ ഒരു നോമ്പിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു വലിയ കാര്യം അതാണ്. ഈ ഒരു ഭയാശങ്ക, ഈ ഒരു ഭയാനകമായ അവസ്ഥയെ നാം മറികടക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു ഭയാനകമായ അവസ്ഥയെ നാം മറികടക്കും. വിശ്വാസി എന്ന നിലയിലെ നമ്മുടെ കരുത്ത് തഖ്വ കൊണ്ട് കൂടുതൽ തിളങ്ങുമ്പോൾ, കൂടുതൽ ശക്തി ആർജിക്കുമ്പോൾ നിശ്ചയമായും ഈ ഒരു സാമൂഹിക രോഗം, അതിൻ്റെ വ്യാപനം നശിച്ച് മനുഷ്യ സമൂഹം സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ. ഈ പരിശുദ്ധ റമളാൻ അതിന് നിമിത്തമാക്കി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. അപ്പോൾ പരിശുദ്ധ നോമ്പിൻ്റെ 1-ാം ദിവസം, ഇന്നേ ദിവസം നമ്മളിന്ന് 1-ാം ദിവസത്തിലാണ്, യൗമുൽ ജുമുഅ. നല്ലൊരു ദിവസത്തിൽ തന്നെ നോമ്പ് തുടങ്ങാൻ കഴിഞ്ഞു ഈ വർഷം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ തീരുമാനം, നമ്മൾ ഏത് തരം നോമ്പുകാരാണ് എന്നതാണ് ഇന്നത്തെ ദിവസം പരിശോധിക്കേണ്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു പരിശോധന നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ ഏത് തരം നോമ്പുകാരാണ്? കേവലം സാധാരണ ഒരു നോമ്പുകാരാണോ? അങ്ങനെ ഉണ്ടല്ലോ, നേരം പോക്കിൻ്റെ നോമ്പുകാരാണോ? സമയം കൂട്ടുന്നതിൻ്റെ നോമ്പുകാരാണോ? ചിലപ്പോഴൊക്കെ ചില ആളുകൾ നോമ്പിന് സമയം കൂടാൻ വേണ്ടി ചില വിനോദങ്ങളിൽ ഏർപ്പെടും. ചില ആളുകൾ ഉറക്കിലേക്ക് പോകുന്നു. നോമ്പാണ്, സമയം കൂടണ്ടേ, സമയം പോയി കിട്ടണ്ടേ. സഹോദരിമാരാവുമ്പോൾ അവർക്ക് ഒരുപാട് പണിയുണ്ടാവും. രാത്രി കഴിച്ച ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും, പാത്രങ്ങൾ വൃത്തിയാക്കലും, അതുപോലെയുള്ള കാര്യങ്ങളും, രാത്രിക്കേക്കുള്ള മഗ്‌രിബിനേക്കുള്ള ഭക്ഷണം, അങ്ങനെ രാവിലെ മുതലേ ചിലപ്പോൾ സഹോദരിമാർ അടുക്കളയിൽ സജീവമാകേണ്ടി വരും. പ്രത്യേകിച്ചും ഈ വർഷം പലപ്പോഴും എല്ലാ ആളുകളും വീട്ടിലായിരിക്കും, ആരും വെളിയിൽ പോവില്ല. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും, എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പോൾ നല്ല ജോലി ഭാരം കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം പട്ടിണിയുടെ, ഇല്ലായ്മയുടെ, വറുതിയുടെ ഒരു കാലത്തെ നാം ഭയക്കുന്നുണ്ട്, നാം ഭയപ്പെടുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ കിട്ടുമെന്ന ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ട്. നാം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ചിലവഴിക്കുകയും കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിക്കുകയും കുറഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മാനസികാവസ്ഥ നമ്മൾ വളർത്തിയെടുക്കുകയും വേണം. അത് ഈ റമദാനിൽ നമ്മളൊരു പാഠമായി പഠിക്കേണ്ട കാര്യമാണ്. വല്ലാതെ പരിധി വിട്ടിട്ടുണ്ട് നമ്മളൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. എന്തും കഴിക്കുന്ന, എത്രയും കഴിക്കുന്ന ധാരാളിത്തത്തിൻ്റെ ഒരു രീതി നമ്മളിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പശ്ചാത്തലം, ആകെ നിശ്ചലമായി നിൽക്കുകയാണല്ലോ, ജനജീവിതം ആകെ സ്റ്റക്കായി നിശ്ചലമായി നിൽക്കുകയാണ്. ലോകരാജ്യങ്ങൾ കരയുകയാണ്, ലോക നേതാക്കൾ കരയുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ. കേരളം ഒരു നിശ്ചിത ദിവസം വരെ ഒരു ആശ്വാസത്തിലേക്ക് നീങ്ങിയിരുന്നെങ്കിലും 3-4 ദിവസമായി വലിയ പ്രശ്നത്തിലേക്കാണ് നീങ്ങുന്നത്. സാരമില്ല, നമ്മളിതിനെ മറികടക്കാൻ കഴിയും, നമുക്ക് മറികടക്കാം ഇൻഷാ അല്ലാഹ്. മറികടക്കാനുള്ള വഴി അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് തരും. കാരണം നമ്മൾ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്, അനുയായികളാണ്. എത്ര വലിയ പ്രതിസന്ധികളെയും മറികടന്ന അനുഭവമാണ് ഉമ്മത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവം. അപ്പോൾ ആ അനുഭവ പാഠം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയെ, ഈ വരൾച്ച, ഇതൊരു വരൾച്ചയാണ്. COVID-19 ഒരു പ്രത്യേകത, ഇതൊരു വരൾച്ചയാണ്. ആകെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതം വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ രംഗം വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനജീവിതം വരൾച്ചയിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു വരൾച്ചയെ നമുക്ക് മറികടക്കണം. റമദാൻ്റെ തുടക്കത്തിൻ്റെ സുപ്രഭാതത്തിൽ നമുക്കുണ്ടായ മഴത്തുള്ളികൾ, മഴപ്പെയ്ത്ത്, കേരളത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി.
ഈ മഴപ്പെയ്ത്തിൻ്റെ ചെറുനനവുകൾ, ചെറിയൊരു കുളിര് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇന്നലെയുടെയോ മിഞ്ഞാന്നത്തെയോ ചൂടോ അതിൻ്റെ ചൂരൊന്നും ഇന്നില്ല എന്നതൊരെന്തോ ഒരു സന്തോഷം. അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് നമ്മളിലേക്ക് പെയ്യാൻ പോകുന്നു, അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് നമ്മളിലേക്ക് പെയ്തിറങ്ങാണ്. അള്ളാഹു മർഹംനി യാ റഹമർ റാഹിമീൻ എന്ന് വിശ്വാസി സമൂഹം ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം നിശ്ചയം ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന സുബഹിൻ്റെ നേരത്തുണ്ടായ മഴത്തുള്ളികൾ പോലെ കുളിരുള്ള, രസമുള്ള, തണുപ്പുള്ള, ശിഫയുടെ, രോഗശാന്തിയുടെ, സമാധാനത്തിൻ്റെ, രോഗവിപാടനത്തിൻ്റെ ഒരു സന്തോഷ വാർത്ത നമ്മളിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ വിശ്വാസി എന്ന നിലയിലേക്കുള്ള നോമ്പുകാരനാവാൻ ആവശ്യമായ സ്വഭാവങ്ങളും ചിട്ടകളും നമ്മൾ ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കണം. നോമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഭക്ഷണത്തെ മാറ്റി നിർത്തുക എന്ന് തന്നെയാണ്. അത് മാത്രമല്ല കേട്ടോ, പക്ഷേ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരാവശ്യത്തെ മാറ്റി നിർത്തുക. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതാണല്ലോ. ഒരു ഭൗതിക ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എത്രയാണ്? 3 എണ്ണമാണ്. അതിലൊന്ന് ഭക്ഷണം, മറ്റൊന്ന് വസ്ത്രം, മറ്റൊന്ന് പാർപ്പിടം. ഭക്ഷണം എന്നത് മനുഷ്യന് ഉപേക്ഷിക്കാൻ കഴിയില്ല. ജന്മത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭക്ഷണത്തെ മനുഷ്യൻ അന്വേഷിക്കുന്നു, ഭക്ഷണം മനുഷ്യൻ കഴിച്ചു തുടങ്ങുന്നു. മറ്റെല്ലാം പിന്നെയാണ്. ജന്മത്തിൻ്റെ ആദ്യം തന്നെ മനുഷ്യൻ ഭക്ഷിച്ചു തുടങ്ങുന്നു. മരണത്തിൻ്റെ തൊട്ട് മുമ്പും ചുണ്ട് നനച്ചു കൊടുക്കാൻ പറയുന്നു. ഭക്ഷണം മനുഷ്യന് ഉപേക്ഷിക്കാൻ കഴിയാത്ത വസ്തുവാണ്. എന്നിട്ടാണ് വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ 10-15 മണിക്കൂർ നേരം ഭക്ഷണത്തെ മാറ്റി നിർത്തുന്നത്. ശരീരത്തിൻ്റെ താല്പര്യത്തോട്, ശരീരത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യത്തോട്, പ്രത്യേകിച്ചും ഭക്ഷണം ധാരാളം കിട്ടുന്നൊരു കാലമാണിത്. പഴയകാലമല്ല, പട്ടിണി കിടക്കുന്നൊരു കാലമല്ല. ഇപ്പോഴുള്ള നോമ്പിന് കുറച്ചുകൂടി പ്രത്യേകത ഉണ്ട് എന്ന് അങ്ങനെ മനസ്സിലാക്കണം. പഴയ കാലമല്ലല്ലോ. മുമ്പ് ഭക്ഷണം ഉണ്ടോ? 10-40 കൊല്ലം മുമ്പ് ഭക്ഷണം ഉണ്ടോ? എല്ലാവർക്കും ഇല്ലല്ലോ. കിട്ടിയത് കഴിക്കാമെന്നല്ലേ. ഇന്ന് എന്തും ചൂസ് ചെയ്യാലോ. ഒരാൾക്ക് അതത് ദിവസത്തെ മെനു തീരുമാനിക്കാലോ. പഴയ കാലത്തൊക്കെ ഹോട്ടലിൽ പോയാൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ 3-4 ഐറ്റംസ് പറയും. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഒരു ബുക്ക് തരുമല്ലേ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു ബുക്ക് വെച്ച് തരും. 100 കണക്കിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾ പറയുന്ന ഭക്ഷണം അപ്പോൾ പ്രിപ്പയർ ചെയ്യും. അത് പ്രാദേശികമായിരിക്കും, ദേശീയമായിരിക്കും, അന്തർദേശീയമായിരിക്കും. ഏത് രാജ്യത്തെ ഫുഡ് വേണമെങ്കിലും കിട്ടും. അത്രയും സുലഭമായി ഭക്ഷണ വസ്തുക്കൾ കിട്ടുന്ന കാലത്ത് ഭക്ഷണത്തെ ഒരാൾ വേണ്ടാന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇബാദത്താണ്. ഉള്ളപ്പോൾ അതിനെ വേണ്ടാന്ന് വെക്കലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇല്ലാത്തപ്പോൾ എനിക്കത് വേണ്ടാന്ന് പറയുന്നത് ഇല്ലാത്തതുകൊണ്ടല്ലേ. ഉള്ളപ്പോൾ അതിനെ വേണ്ടാന്ന് വെക്കുക. ഇഷ്ടംപോലെ ഉള്ള സമയത്താണ് വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ നോമ്പിന് വലിയ പ്രത്യേകത ഉണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്കിത് കബൂൽ ചെയ്തു തരട്ടെ. അപ്പോൾ ഭക്ഷണം എന്ന ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ആവശ്യത്തെ മാറ്റിവെക്കുക എന്നതിലൂടെ ശരീരത്തിൻ്റെ വലിയ ആഗ്രഹത്തെ മാറ്റിവെക്കുക. ഇത് നിസ്സാര കാര്യമല്ല. നമ്മുടെയൊക്കെ ഒരു ധാരണ നാം ഭക്ഷണത്തിലൂടെയാണ് ജീവിക്കുന്നത്, ഭക്ഷണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ട് നമുക്ക്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്രമേൽ നമ്മൾ പിടുത്തം വിടാറുണ്ട്. ഭക്ഷണമാണ് പലപ്പോഴും നമ്മെ പല ആപത്തിലും എത്തിക്കുന്നത്. തഖ്വയില്ലാണ്ടാക്കുന്നത് ഭക്ഷണമാണ്. ദൈവഭക്തിയെ, ഇലാഹി ബോധം മനുഷ്യനിൽ കുറക്കുന്നതിന് കാരണമായി തീരുന്നത് ഭക്ഷണമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ എന്നതുപോലെ തന്നെ ഇബാദത്തിൽ ആലസ്യം വരുന്നത് ഭക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ ഭക്ഷണത്തെ മാറ്റിവെച്ചുകൊണ്ട്, ഭക്ഷണം വേണ്ടാന്ന് വെച്ചുകൊണ്ട് മനുഷ്യൻ സ്വയം പട്ടിണിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. 2 മാസം മുമ്പ് തന്നെ വിശ്വാസികളായ ആളുകൾ റമദാനിലേക്ക് എത്തിക്കണേ, റമദാനിലേക്ക് എത്തിക്കണേ, റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിന്? പട്ടിണി കിടക്കാൻ. റജബിലും ഷഅബാനിലും ബർക്കത്ത് ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ സമൃദ്ധി ചോദിച്ചിട്ട്, ഐശ്വര്യം ചോദിച്ചിട്ട് പിന്നെ ചോദിക്കണതാണ്, മനുഷ്യന്മാർ ചോദിക്കുകയാണ്, വബല്ലിഗ്നാ റമദാൻ. റബ്ബ് തആല നമ്മളെ റമദാനിലേക്ക് എത്തിച്ചിരിക്കുന്നു. വബല്ലിഗ്നാ റമദാൻ, റമദാനിലേക്ക് എത്തിക്കണേ. പട്ടിണി കിടക്കാനുള്ള പൂതി കൊണ്ടാണോ? ശരീരത്തെ വിശപ്പിച്ച് നിർത്താനുള്ള വിശപ്പ്, അത്രയും കഠിനമായ വിശപ്പ് വരൂലേ നമുക്ക്? വരും.
ഭക്ഷണത്തോട് മനസ്സിൽ താല്പര്യം വരില്ലേ? വരണം. രാവിലെയൊക്കെ ആകുമ്പോൾ ഭക്ഷണത്തോട് താല്പര്യം വരണം. അപ്പം മനുഷ്യൻ അവൻ്റെ ബോധ മനസ്സ് പറയണം, പടച്ച റബ്ബേ, നിൻ്റെ തൃപ്തിക്ക് വേണ്ടി എനിക്ക് ഭക്ഷണം വേണം, പക്ഷേ നിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക. ഇന്ന് പരിശുദ്ധ ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. ഞാൻ ളുഹർ നിസ്കരിച്ച ശേഷമാണ് ഞാൻ ഈ വോയിസിലേക്ക് വരുന്നത്. വിശപ്പുണ്ട് സത്യത്തിൽ, ഭക്ഷണത്തിലേക്ക് മനസ്സ് വിളിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിനോട് പറയണം, അള്ളാഹു നിനക്ക് വേണ്ടി ഞാനിതാ ഉച്ചക്കത്തെ ഭക്ഷണം മാറ്റി വെച്ചിരിക്കുക. ഭക്ഷണം കഴിക്കാനൊക്കെ എനിക്ക് പറ്റും. ഞാനിപ്പം സ്വകാര്യമായി ഭക്ഷണം കഴിച്ച ആരും എന്നെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ കഴിച്ചോ ഇല്ലേ എന്ന് നിങ്ങളിൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഭക്ഷണം വേണ്ടാന്ന് വെക്കുന്നു നിനക്ക് വേണ്ടി. അസ്സൗമു ലീ, നോമ്പ് എനിക്ക് വേണ്ടിയാണ്. അതെ, നിനക്ക് വേണ്ടി ഞാൻ ഭക്ഷണത്തെ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് വിശ്വാസി പറയട്ടെ. വിശ്വാസിക്ക് അത് പറയാൻ കഴിയുള്ളൂ. യാന്ത്രികമായ നോമ്പെടുക്കുന്ന ഒരാൾക്കത് പറയാൻ കഴിയില്ല. ഞാൻ ഓതി വെച്ചൊരു ഹദീസുണ്ട്, മൻസാമ റമദാനൻ, ഒരുത്തൻ റമദാനിൽ നോമ്പുകാരനായാൽ, നോമ്പെടുത്താൽ, ഈമാനൻ, അതൊരു വല്ലാത്തൊരു പ്രയോഗമാണ്. വിശ്വാസി എന്ന തലത്തിൽ നിന്നുകൊണ്ട്, വിശ്വാസി ആയിക്കൊണ്ട്. അപ്പോൾ വിശ്വാസി ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ വിശ്വാസത്തെ പുതുക്കിക്കൊണ്ട്, തൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടി ക്ലീൻ ചെയ്തുകൊണ്ട്, തൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് നോമ്പുകാരനായാൽ. അപ്പോൾ നോമ്പിൻ്റെ ഒരു രീതി, നോമ്പ് എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ്. നിങ്ങളോട് നോമ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പം യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ വിളി, വിശ്വാസികളെ എന്നാ വിളി. വിശ്വാസത്തോടെ നോമ്പെടുക്കണം എന്നാ റസൂലുള്ളാഹിന്റെ ധ്വനി. അള്ളാഹുവിൻ്റെ കൽപ്പന വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പന വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. മുത്തനബിയുടെ നിർദ്ദേശമോ ഈമാനൻ. അപ്പം ആമനൂ ഈമാനൻ, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ചിന്തയും അന്വേഷണവും പഠനവും ഈ വർഷത്തെ നോമ്പ് കാലത്ത് നമ്മളിൽ ഉണ്ടാവണം. വിശ്വാസ ദാരിദ്ര്യം മറ്റെല്ലാ ദാരിദ്ര്യത്തെക്കാളും വലിയ ദാരിദ്ര്യമാണ്. വിശ്വാസം നൽകുന്ന കരുത്ത് മറ്റെന്ത് നൽകുന്ന കരുത്തിനേക്കാളും വലുതാണ്. അത് നമ്മൾ ബദറിൽ കണ്ടതല്ലേ. വിശ്വാസത്തിൻ്റെ കരുത്ത് മറ്റെന്തിനേക്കാളും വലിയ ശാരീരിക കരുത്ത്, മാനസിക കരുത്ത് വിശ്വാസം നൽകുമല്ലോ. അപ്പോൾ വിശ്വാസികൾക്ക് കഴിയുന്ന ചില കാര്യങ്ങൾ വിശ്വാസികളല്ലാത്തവർക്ക് കഴിയില്ല. അപ്പോൾ വിശ്വാസിയാവുക എന്നത് തന്നെയാണ് പ്രധാനം. അള്ളാഹു നമ്മളെയൊക്കെ വിശ്വാസികളാക്കി അൽഹംദുലില്ലാ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു സ്ഥിരപ്പെടുത്തട്ടെ. അപ്പോൾ വിശ്വാസികളായിക്കൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയണം. നിങ്ങൾ ഈ ശരീരത്തെ പട്ടിണിക്കെടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. വയറ് കാലിയാവുന്നുണ്ട്, വയറിങ്ങനെ എന്താ പറയുക, വയറിൻ്റെ കട്ടിപ്പ് കുറച്ച് കുറയുന്നുണ്ട് അല്ലേ, വായലൊക്കെ ചെറിയൊരു വരൾച്ച വരുന്നില്ലേ, ഉണ്ട്. പക്ഷേ കാര്യം അവിടെ ഒന്നല്ല കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് ഒന്ന് ഒതുങ്ങുന്നുണ്ടോ, ഒന്ന് മയപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അങ്ങനെ ആവണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ടാണ് ഞാൻ പട്ടിണി തിരഞ്ഞെടുക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വോയിസ് പറഞ്ഞല്ലോ, 2 മാസം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് താല്പര്യത്തോടെ ചോദിച്ചത്? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നോമ്പെന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കൽ തന്നെയാണ്. അതിൻ്റെ പ്രധാന വശ തന്നെയാണ്. വയറിനെ പട്ടിണിക്കിടുക, സംസാരത്തെയും കണ്ണിനെയും കേൾവിയെയും നിയന്ത്രിക്കുക ഇല്ലേ? നോമ്പിലെ പ്രധാനം എന്താണ്? ഭക്ഷണത്തെ മാറ്റി നിർത്തുക. എവിടം മുതൽ എവിടം വരെ? സുബഹ് മുതൽ അല്ലേ സൂര്യാസ്തമയം വരെ. ഇതാണ് നമ്മുടെ രീതി. അവിടെ പ്രധാന വിഷയം എന്താണ്? ഭക്ഷണത്തെ മാറ്റി നിർത്തുക. മനുഷ്യൻ്റെ ഭൂമിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തെ മാറ്റി നിർത്തുക എന്നതാണല്ലോ. അപ്പോൾ ഭക്ഷണത്തെ മാറ്റി നിർത്തൽ ഒരു കേവലം ആചാരത്തിൻ്റെ പേരിലാവുമ്പോൾ അതൊരു അസ്വസ്ഥതയായിത്തീരും, കുറച്ചെങ്കിലും ഒരു പ്രയാസമായിത്തീരും. പകരം ഭക്ഷണം തരുന്നവനായ അള്ളാഹുവിന് വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ മാറ്റിവെക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊന്ന് അങ്ങനെ ചിന്തിച്ച് നോക്ക്. എന്നെ ഭക്ഷിപ്പിക്കുന്നവനായ അള്ളാഹുവിന് വേണ്ടി എനിക്കിഷ്ടമുള്ള ഭക്ഷണപാനീയങ്ങളെ എൻ്റെ അടുത്തുണ്ടായിരിക്കെ ഞാനിതാ മാറ്റി വച്ചിരിക്കുന്നു. വഹ്തിസാബൻ, എനിക്ക് ചില കാര്യങ്ങളുണ്ട് അതിൽ.
എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്താണ്? വഹ്തിസാബൻ, പ്രതിഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പ്രതിഫലം? ലഅല്ലക്കും തത്തഖൂൻ, ഒരു തഖ്വയുള്ള മനുഷ്യനായി തീരണം എനിക്ക്. ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം കുറേയുണ്ട്. അതിലേറ്റവും പ്രധാനം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം ആവാൻ വേണ്ടി. അപ്പം എനിക്ക് തഖ്വയുള്ള ആളാവണം. ആന്തിനാ നീ തഖ്വയുള്ള ആളാവുന്നേ? തഖ്വയുള്ള ആളാണല്ലോ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. മരിക്കുന്ന നേരത്ത് വിജയിക്കുന്ന ആൾ അവരാണല്ലോ. ജയിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയി എന്ന് പറയാൻ കഴിയണ്ടേ? ഭൂമി എന്നൊരു പറയുന്ന ഒരു കേളി ഭൂമിയാണല്ലോ. കേളി ഒരു എന്താ പറയുക, കൃഷിയിടമാണല്ലോ. മത്സരത്തിന് വന്നാണല്ലോ ഇവിടെ. അധ്വാനിക്കാൻ വന്നാലേ ഇവിടുന്ന് ജയിച്ചിട്ട് പോണ്ടേ? പക്ഷെ ജയം, അവസാനത്തെ ജയം, വൽ ആഖിബത്തു, നോമ്പിൻ്റെ തുടക്ക ദിവസം ഓർമ്മയിൽ വരേണ്ട മറ്റൊരു പ്രധാന വിഷയം അതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, വിജയം മുത്തഖീങ്ങൾക്കാണ്. ആഖിബത്ത്, ഏറ്റവും അവസാന നേരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നേരെയാക്കി തരണം. അതിനുവേണ്ടി ദുആരക്കുക. അതിൻ്റെ പരിശ്രമമാണ് ഓരോ ഷഹ്റു റമളാനും. ഈ മുബാറക്കായ ഷഹ്റു റമളാൻ എന്നുള്ളത് മരണനേരത്തെ വിജയത്തിന് വേണ്ടി തന്നെയാണ്. അതിനാണ് നമ്മൾ റമളാൻ തുടങ്ങിയത് മുതൽ എൻ്റെ അവസാനം വരെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പഠിക്കണത്. അതൊരു പഠിപ്പാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു ക്ലാസ്സിൽ പറയാം. എന്ന് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ദിവസങ്ങളുണ്ട് നമുക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. നമ്മൾ ഇതിൻ്റെയൊക്കെ ശരിയായ അർത്ഥതലങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക്, അതിലൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മളിൽ വർദ്ധിക്കുന്ന വിശ്വാസത്തിൻ്റെ കരുത്തിലേക്ക്, ഈമാനിക വെളിച്ചത്തിലേക്ക്, അസ്തഗ്ഫിറുല്ലാഹ് ഓരോ തവണ പറയുമ്പോഴും നമ്മളിൽ നിന്ന് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന പാപത്തിൻ്റെ കറകളിലേക്ക്, അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വർഗീയ അനുഭൂതിയിലേക്ക് മനസ്സെത്തുകയും ഈ ഭൗതിക ജീവിതത്തിൻ്റെ ജാടകളിൽ നിന്നും ദുരഭിമാനങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നതിലേക്ക്, വഅഊദു ബിക മിനൻ നാർ, നരകഭയത്താൽ ജീവിതത്തിൻ്റെ കെട്ടഴിഞ്ഞ കുത്തഴിഞ്ഞ വഴികൾ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ പൊരുളിലേക്ക്, വഅറള അനിൽ ലഗ്വി വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന് സത്യവിശ്വാസിയുടെ ലക്ഷണം പറഞ്ഞ ആ ലക്ഷണമുള്ള മുഅ്മിനാവുന്നതിലേക്ക് ഈ 4 കാര്യങ്ങൾ, ഇത് വിശദമായി പഠിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് ഓരോന്നോരോന്നായി പഠിച്ചെടുക്കാൻ കഴിയും. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പം വിശ്വാസിയായി പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നോമ്പ് നോക്കുക. ഇന്നത്തെ നോമ്പിലൂടെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? റയ്യാൻ എന്ന വാതിൽ നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഒരു വലിയ പ്രഖ്യാപനം മുത്തുനബി തന്നത്. പ്രതിഫലത്തെ ആഗ്രഹിക്കുമ്പോൾ നോമ്പുകാരൻ്റെ പ്രതിഫലം അള്ളാനെ കണ്ടുമുട്ടാൻ റയ്യാൻ എന്ന വാതിൽ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കുക, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുക. ഞാൻ നോമ്പുകാരനാണ്, അള്ളാഹുവിന് വേണ്ടി നോമ്പുകാരനാണ്, എനിക്ക് ഇന്ന പ്രതിഫലം കിട്ടണം. പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ടും നോമ്പെടുത്താൽ അവൻ്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കിട്ടും. അപ്പോൾ പാപമോചനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രതിഫലത്തെ ആഗ്രഹിച്ച് നോമ്പെടുക്കണം. അപ്പോൾ ആ നിലയിലുള്ള നോമ്പുകാരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.